നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ കണ്ടില്ല എന്ന് അങ്ങോട്ട് നടിക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കും ഭഗവാന്റെ അടുത്ത്, എന്താ ഭഗവാനെ, നീ എന്നെ കാണുന്നില്ലേ, നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണോ, എൻ്റെ മുഖത്തേക്കൊന്നും നോക്കുന്നില്ലേ, കണ്ണടച്ചിരിക്കുകയാണോ, എൻ്റെ സങ്കടങ്ങളൊന്നും കാണുന്നില്ലേ, ഞാൻ ആരും കാണാൻ വേണ്ടിയിട്ടായി പ്രാർത്ഥിക്കുന്നേ എന്നൊക്കെ മനസ്സിൽ തോന്നും. എത്ര നാളായി ഭഗവാനെ ഗുരുവായൂർക്കൊന്ന് വരാനായിട്ട് വിചാരിക്കുന്നു, എന്നെങ്കിലും എന്നെ ഒന്ന് അവിടേക്ക് എത്തിക്കുന്നുണ്ടോ നീയെ, എത്ര തവണ ഞാൻ ശ്രമിച്ചു, അപ്പോഴൊക്കെ ഓരോ മുടക്കുകളായിട്ട് വരുന്നു, എന്താ അങ്ങോട്ടേക്ക് വിളിക്കാത്തതെന്ന് പരിഭവങ്ങൾ പറയും ഭഗവാന്റെ അടുത്ത്. അതായത് ഭഗവാൻ നമ്മളെ കാണുന്നുണ്ടെന്ന് നമുക്കറിയുന്നുണ്ടായിരിക്കില്ല, അത്തരത്തിലുള്ള അനുഭവമൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. അത് നടിക്കുന്നതാണ് കേട്ടോ, കണ്ടില്ലാന്ന് നടിക്കുന്നതാണ്. നല്ല നടനാണ്, നടവരവപു അങ്ങനെയല്ലേ പറയാം. എന്നിട്ട് ആറ്റുനോറ്റിട്ട് ഒന്ന് ഗുരുവായൂർക്ക് വന്നു കഴിഞ്ഞാലേ, ഭഗവാനെ ഒന്ന് വന്ന് കണ്ട് തൊഴുത് കഴിഞ്ഞാലേ അപ്പോഴേക്കും സന്തോഷമായിട്ട് കൂടെ വന്ന് പറയും, അതേ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു, നീ പറയണതെല്ലാം ഞാൻ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു, പിന്നെ എന്താ അങ്ങനെയൊക്കെ അഭിനയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് ഭഗവാൻ പറയും. അങ്ങനെയുള്ള പറച്ചിലുകൾ അനുഭവങ്ങളായിട്ടാണ് നമുക്ക് ലഭിക്കാം. ഗുരുവായൂരൊന്ന് വന്ന് തൊഴുത് കഴിഞ്ഞാൽ, നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പലതരത്തിലുള്ള ലക്ഷണങ്ങളിലൂടെ ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. ഇത് പല ഭക്തർക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ അനുഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന പല ലക്ഷണങ്ങളുണ്ടല്ലോ, ആ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഭഗവാൻ നമ്മളതിനെ കാണുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുന്നുണ്ട് എന്ന് ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരും. അത്തരത്തിലുള്ള കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ ഭഗവാനെ ഒരു സ്പെഷ്യൽ അലങ്കാരമായിരുന്നു കേട്ടോ. കുവലയാപീഠം ആനയുണ്ടല്ലോ, കംസന്റെ ആന, ആ ആനയെ വധിച്ച് നിൽക്കുന്ന വീരനായിട്ടുള്ള ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചവിട്ടി പിടിച്ചിട്ടുണ്ട് തുമ്പയിലും മസ്തകത്തിലും, ഒരു കൊമ്പൂരി വലിച്ചൂരിയിട്ട് നിൽക്കുന്ന ഭാവത്തിലായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമൊക്കെ തോന്നും. കാരണം അത്ര ഭംഗിയായിട്ടുള്ള ഒരു അലങ്കാരം മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട്, വളരെ അപൂർവമായിട്ടൊക്കെ വരുന്ന ഒരു അലങ്കാരം കൂടിയാണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമൊക്കെ തോന്നും. പക്ഷെ ഭഗവാൻ ഇതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കി തരുന്നത് എന്നും കൂടെ നമ്മളിപ്പോഴും ചിന്തിക്കണം കേട്ടോ. കാരണം കുവലയാപീഠം പോലെയുള്ള അതിശക്തനായിട്ടുള്ള ഒരു ആനയാണ്, നിസ്സാരമായിട്ട് കേവലമായിട്ടുള്ള ഒരു ബാലനാണ്. ഭഗവാൻ എത്ര പ്രായം ഉണ്ടാവും ഒരു സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. കംസന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അത്രയും ചെറിയ ഒരു ബാലനാണ് ഇത്രയും ശക്തനായിട്ടുള്ള ആനയെ വധിച്ചിരിക്കുന്നത്. കുവലയാപീഠത്തിന് മോക്ഷം കിട്ടിയിട്ടോ, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇത്രയും ശക്തിയെ അതായത് ഭഗവാൻ ഒരു കുഞ്ഞൊരു കുട്ടി വന്നിട്ട് നിഷ്പ്രയാസം കീഴടക്കിയിരിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് മുന്നിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നങ്ങൾ ഏത് രൂപത്തിലും ഭാവത്തിലും വന്നോട്ടെ, അത് ആനയെ പോലെയാണെന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിക്കുക. അതിനില്ലാതാക്കാനായിട്ട് അപ്പുറത്ത് ഭഗവാനും കൂടെ ഉണ്ടാകുന്ന അങ്ങോട്ട് വിചാരിക്കുക. അത്രയും മാത്രമേ വേണ്ടൂ. ഭഗവാനെ വിളിക്കേണ്ടുന്ന കുറവ് മാത്രമേ നമുക്കുള്ളൂ. ആ വിളിച്ചു കഴിഞ്ഞാൽ കൂടെ വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്ക് അത് ഇല്ലാതാക്കാനായിട്ട് പറ്റാത്ത കാര്യങ്ങളായിരിക്കും. നമ്മുടെ കൂടെയുള്ളവർക്ക് ആ പ്രശ്നത്തിന് ചിലപ്പോൾ പരിഹാരം ഉണ്ടായിരിക്കില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ ഭഗവാൻ അത് ചെയ്യാനായിട്ട് സാധിക്കും. കംസൻ അത് അറിയണ്ടായിരുന്നില്ല. ശരിക്കും കംസന്റെ പോലെയാണല്ലേ നമ്മൾ. കംസൻ വിചാരിച്ചത് എന്താ, ഈ ആനയ്ക്ക് നിഷ്പ്രയാസം ഭഗവാനെ വധിക്കാനായിട്ട് സാധിക്കുന്ന വിചാരിച്ചത്. കാരണം ഭഗവാനിലുള്ള ആ ഒരു ശക്തിയെ കംസൻ അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും ഇതേപോലെയുള്ള അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാലേ ഭഗവാനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഭഗവാന്റെ മറ്റൊരു ചിന്ത എന്താണെന്നറിയോ, കൂടുതൽ പേർക്കും ഭഗവാൻ കുട്ടിയാണ് അല്ലേ, കുറുമ്പനായിട്ടുള്ള കുറച്ച് കുസൃതിയൊക്കെ കാണിക്കുന്ന ഓമനത്തമുള്ള കുട്ടിയാണ്. അത് ഭഗവാന്റെ ഭക്തർക്ക്, ഭഗവാനെ സ്നേഹിക്കുന്നവർക്ക്, അല്ലാത്തവർക്കൊക്കെ വീരശൂര പരാക്രമിയായിട്ടുള്ള കുറച്ചൊരു അപകടകാരിയായിട്ടുള്ള കുട്ടിയാണ് എന്നും കൂടെ അവിടെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഭഗവാനെ സ്നേഹിക്കുന്ന, നന്മകൾ ചെയ്യുന്ന, നന്മകൾ പ്രവർത്തിക്കുന്ന, നന്മകൾ സംസാരിക്കുന്ന ഭഗവാന്റെ ഭക്തരാകാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. നമ്മളിൽ നിന്ന് എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും എടുത്തു മാറ്റുകയാണെങ്കിൽ എന്താണ്, ഭഗവാൻ ആ ഓമനത്വമുള്ള കുഞ്ഞായിട്ട് നമ്മളൊപ്പം നിൽക്കും. അല്ലെങ്കിൽ പിന്നെ കുവലയാപീഠത്തിനോട് കാണിച്ചതുപോലെയുള്ള വീരശൂര പരാക്രമമൊക്കെ ആയിരിക്കും ഭഗവാൻ കാണിക്കുക. അപ്പം എന്താ വേണ്ടത്, നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാന്റെ പാദങ്ങളിൽ അങ്ങോട്ട് സമർപ്പിക്കുക. അപ്പോൾ കുവലയാപീഠത്തിനെ
ഭീമാകാരമായിട്ടുള്ള അതിശക്തനായിട്ടുള്ള ആ ആനയെ വധിച്ച് നിൽക്കുന്ന ഭഗവാന്റെ ആ ഒരു സ്വരൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി ഭഗവാനെ തൊഴുതിറങ്ങുന്ന സമയത്ത്, ഗുരുവായൂർ ക്ഷേത്രത്തിലെ തൊഴുതിറങ്ങിയ സമയത്ത് ഭക്തർക്ക് ഉണ്ടാകുന്ന പല അനുഭവങ്ങളിലൂടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഭഗവാൻ കാണിച്ചു തരും. ആ ലക്ഷണങ്ങളാണ് നമ്മൾ പറയാനായിട്ട് വരുന്നത് കേട്ടോ. അതിൽ ഏറ്റവും ആദ്യത്തേത്, ഏറ്റവും കൂടുതൽ പേർക്ക് അനുഭവം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് ഭഗവാന്റെ പ്രസാദങ്ങൾ നമുക്ക് ലഭിക്കുക എന്നുള്ളത്. പ്രസാദം ഷീട്ടാക്കി കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും. അതല്ലാതെ നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും നമ്മുടെ കയ്യിൽ ഭഗവാന് ചാർത്തിയിട്ടുള്ള കളഭോ ചന്ദനോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും. അത് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ. അങ്ങനെയും കൂടെ ഉണ്ട്. കാരണം ചിലപ്പോൾ ഷീട്ടാക്കാനായിട്ട് നേരത്തെ ഷീട്ടാക്കേണ്ട എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പുറത്ത് പോകണമല്ലോ ഷീട്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്തവരായിരിക്കും. അപ്പോഴായിരിക്കും ഭഗവാന് ചാർത്തുന്നത് കളഭാണെന്ന് കേട്ടിട്ടുണ്ട്, ചന്ദനാണെന്ന് കേട്ടിട്ടുണ്ട്, കുറച്ചൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലുമൊക്കെ തൊഴുതിറങ്ങുന്ന സമയത്ത് ഇത് വെച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുക. ഒരു പരിചയം ഉണ്ടായിരിക്കില്ല അവരേനെ, പക്ഷേ നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അതാണ് ഭഗവാൻ. അങ്ങനെ തൻ്റെ ഭക്തരെ സന്തോഷിപ്പിക്കാനായിട്ട് പലതരത്തിലെ പല ആളുകളിലൂടെ ഭഗവാൻ നമ്മളിലേക്ക് എത്തും. അപ്പോൾ ഈ പ്രസാദം കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകാറുണ്ട്. അത് വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും സന്തോഷിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും അത് ലഭിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്നെ കണ്ടുവല്ലോ എന്ന് നമുക്ക് തോന്നും. ഇത് എനിക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം ഞാൻ തൊഴാനായിട്ട് പോകുന്ന സമയത്തെ അന്ന് അവിടെ വെച്ചിട്ടൊരു ഒരു സംഭവം അത് എൻ്റെ മനസ്സിന് കുറച്ച് വിഷമം ഉണ്ടാക്കി. അപ്പം ഇങ്ങനെ വിഷമിച്ചിട്ടാണ് തൊഴാനായിട്ട് നിൽക്കുന്നതും. അത് ഞാൻ ഭഗവാന്റെ അടുത്ത് പറയുകയൊന്നും ചെയ്തില്ല കേട്ടോ. ഭഗവാനെ എനിക്കത് വിഷമമായി ഫീൽ ചെയ്തു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് ഭഗവാൻ കണ്ടു എന്ന് വേണം വിചാരിക്കാനായിട്ട്. അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുതു, പുറകിലധികം ഗണപതിയെ തൊഴുതു. എന്നിട്ട് മേൽശാന്തി ഇരിക്കുന്ന ഭാഗത്തെത്തി. അവിടെ മേൽശാന്തിയുടെ അടുത്തായിട്ട് ഒരു നരസിംഹത്തിൻ്റെ ശില്പം ഉണ്ടല്ലോ ആ തൂണിലുള്ളത്. അവിടെ എല്ലാ ദിവസവും തൊട്ട് നിറകിൽ വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് മേൽശാന്തിക്ക് ഒരു നമസ്കാരം എല്ലാ ദിവസവും പറയാറുണ്ട്. നമസ്കാരം പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുക. അപ്പോൾ പെട്ടെന്ന് പുറകുന്ന ഒരു വിളി കേട്ടോ. നോക്കിയപ്പോൾ മേൽശാന്തിയെ വിളിക്കുന്നേ. അതെ, അന്ന് പറഞ്ഞിരുന്നില്ലേ സമർപ്പണത്തിന്റെ കാര്യങ്ങൾ, അതെന്തായി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു അദ്ദേഹം. നമ്മൾ നാരായണീയ സമർപ്പണം ഉണ്ടായിരുന്നല്ലോ, അതാണ് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ചെന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഗംഭീരായി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അന്ന് ഗുരുവായൂരപ്പന്റെ അലങ്കാരം ബലരാമേട്ടനായിട്ടും കൂടി ആയിരുന്നു. കാരണം നാരായണീയം എഴുതിയിട്ടില്ല. മേൽപ്പത്തൂർ എന്ന് പറയുന്നത് ബലരാമേട്ടൻ്റെ അവതാരമാണെന്നല്ലോ പറയാം. അപ്പം അന്ന് ബലരാമേട്ടനായി തന്നെയാണ് ഭഗവാൻ വന്നതെന്ന് മേൽശാന്തിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ മേൽശാന്തിക്ക് ഒരു സന്തോഷം ഉണ്ടായി മുഖത്ത് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ എങ്ങനെയാ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാമെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പം എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ ഇത് പറയുന്ന സമയത്ത്. കാരണം ഓൾറെഡി എനിക്ക് മനസ്സിലൊരു സങ്കടമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് മേൽശാന്തി പറയുമ്പോൾ അത് ഭഗവാന്റെ വാക്കുകളായിട്ടാണ് നമ്മൾ പറയുക. ഭഗവാന്റെ അമ്മയാണല്ലോ. അപ്പോൾ ഭഗവാന്റെ അടുത്ത് നിന്ന് ലഭിക്കുന്ന വാക്കുകളായിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുക. എന്നിട്ട് അദ്ദേഹം കളഭവും അർച്ചനാ പുഷ്പങ്ങളും ഒക്കെ തന്നു. അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് അവിടെ നിന്ന് തൊഴുത് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ തൊഴാനായിട്ട് കയറുന്ന സമയത്താണ് എനിക്ക് ആ സങ്കടം ഉണ്ടായത്. തൊഴുതിറങ്ങുമ്പോഴേക്കും ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഭഗവാൻ ആ സങ്കടം മാറ്റി തരികയും ചെയ്തു. ഇതാണ് ഭഗവാൻ. നമ്മൾ ഒരിക്കലും ഭഗവാനെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരിക്കലും നമ്മൾ സങ്കടപ്പെടാനായിട്ട് സമ്മതിച്ചു തരില്ല. ഒരിക്കലും സമ്മതിക്കില്ല. നമ്മൾ തന്നെ വിചാരിച്ചാൽ പോലും ആ സങ്കടം നിഷ്പ്രയാസം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കും. ആ ഒരു വിശ്വാസമേ നമുക്ക് വേണ്ടൂ. നമ്മളെപ്പോഴും നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക, അത്രയും നമ്മൾ വിചാരിക്കണ്ടു. അപ്പോൾ ഇത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഇതുപോലെ തന്നെ എന്തെങ്കിലും പ്രസാദമൊക്കെ ഇതുപോലെ ചാർത്തിയതൊക്കെ കിട്ടുന്ന സമയത്ത് ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെ എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അത് അങ്ങനെ ഉണ്ടായിട്ടുള്ള സംഭവം കൂടിയാണ്. അവരെ കയ്യിൽ കിട്ടിയപ്പോൾ അവരെ കണ്ണു നിറഞ്ഞു. എന്ന് പറഞ്ഞു, ഞാൻ അപ്പോൾ വിചാരിച്ചേ ഉള്ളൂ ഭഗവാന്റെ ഈ ഒരു കളഭം കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവരുടെ മനസ്സ് നിറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് നിറയും. നമുക്ക് സന്തോഷം വരും. കാരണം ഒരു ഭക്തയുടെ ആഗ്രഹ സഫലീകരണത്തിനായിട്ട്, അത് എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ചെറിയ ആഗ്രഹമാണെങ്കിലും അത് നടത്തി കൊടുക്കാനായിട്ട് ഭഗവാൻ നമ്മളെയാണല്ലോ ഉപയോഗിച്ചത്. നമ്മളെല്ലാവരും ഭഗവാന്റെ കയ്യിലുള്ള ചട്ടുകങ്ങളാണെന്നാണല്ലോ പറയാം. ആ ചട്ടുകങ്ങൾ ഭഗവാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മളെ. അങ്ങനെ ഒരു സന്തോഷം വരുമല്ലോ. അപ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അത് ലഭിക്കുമ്പോൾ ആ ഭക്തർക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ ഭഗവാന്റെ പ്രസാദങ്ങൾ അതിപ്പോൾ എന്താണെങ്കിലും കേട്ടോ, അപ്പോൾ പുഷ്പങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഭഗവാന്റെ നീതിങ്ങളാണെങ്കിലും ഒട്ടും ഒരു പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ അത് ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് കേട്ടോ കണക്കാക്കാറുള്ളത്. പിന്നെ നമുക്ക് ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് കിട്ടുന്നതാണ് മയിൽപ്പീലി.
അത് മയിൽപ്പീലി കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതല്ല കേട്ടോ. നമ്മളിപ്പോൾ തൊഴുത് പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ നാലമ്പലത്തിനകത്ത് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലാണ്, കുട്ടികൾക്കൊക്കെ അവിടുത്തെ ജീവനക്കാർ കൊടുക്കും കേട്ടോ, ചില സമയത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാലും, കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് മുതിർന്നവർക്ക്, ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമാണ്. കാരണം മയിൽപ്പീലി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ആരെ ഓർമ്മ വരിക എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. അത് ഭഗവാന്റെ ശിരസിൽ അണിയുന്ന മയിൽപ്പീലിയാണ്, മയിൽപ്പീലിക്കാടാണ്, ഒറ്റപ്പീലിയാണെങ്കിലും ഭഗവാനെ നമുക്ക് ഓർമ്മ വരിക. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സന്തോഷം തോന്നൂലേ. ഇത് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ പോയി പൂജാമുറിയിൽ വെച്ച് കഴിഞ്ഞു, എനിക്കിത് ഗുരുവായൂരിന്ന് കിട്ടിയ മയിൽപ്പീലിയാണ്, ഇത് ഭഗവാൻ തന്നാന്നാ നമ്മൾ പറയുക അല്ലേ. ഇത് വേറെ എങ്ങനെ കിട്ടിയതാണെന്നൊന്നും നമ്മൾ പറയില്ല, ഇതേ ഭഗവാൻ തന്ന മയിൽപ്പീലിയാ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പം അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭഗവാൻ കൂടെയുണ്ട് എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. ചിലർക്കൊക്കെ ഇപ്പോൾ വിഷ്ണുവിന് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ നാൾ മുൻപായിട്ട് തൊഴുതിറങ്ങി, സാധാരണ നമ്മൾ മഞ്ചാടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഞ്ചാടിയൊക്കെ താഴെ കിടക്കുന്നത് കണ്ടാലും ഇപ്പം ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ട് വരണം, അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്. ആരും എടുക്കാറില്ല, അത് ഭഗവാന് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളാണ്. പക്ഷേ ഒരു ദിവസം തൊഴുത് വന്നിട്ട് ഓഫീസിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് ഷർട്ടിൻ്റെ പോക്കറ്റിൽ വേറെ എന്തോ എടുക്കാനായിട്ട് കൈയിട്ട സമയത്ത് ഒരു മഞ്ചാടി കിട്ടിയെന്ന്. അപ്പോൾ മഞ്ചാടി ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടില്ല, ഇതെങ്ങനെ വന്നു എന്നറിയില്ല, പക്ഷെ അവിടുന്ന് ഒരു മഞ്ചാടി കിട്ടി. അപ്പം അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കും. അപ്പോൾ അത് ഭഗവാൻ കൂടെയുണ്ട് എന്ന് പറയുന്നതിൻ്റെ ലക്ഷണമാണ്. ഒരമ്മ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ ഭഗവാനെ തൊഴാനായിട്ട് വന്നു, തൊഴുതു സാധാരണ പോലെ, നല്ല വിശ്വാസമല്ല, നല്ല ഭക്തിയായിട്ടുള്ള ഒരു അമ്മയാണ് കേട്ടോ. വീട്ടിലെത്തി വേറെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിടയ്ക്ക് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പേഴ്സ് എന്തോ ആവശ്യത്തിനായിട്ട് നോക്കിയപ്പോൾ പേഴ്സിലൊരു മഞ്ചാടി ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ മഞ്ചാടി ചെമ്പിൻ്റെ അടുത്ത് പോവുകയോ മഞ്ചാടി പെറുക്കുകയോ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് മഞ്ചാടി തരുമോ ഒന്നും ഉണ്ടായിട്ടില്ല. പേഴ്സിലൊരു മഞ്ചാടി ഇരിക്കുന്നു. അപ്പം തന്നെ ഭഗവാനെ ഓർത്തത്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. ഇത് ചിലപ്പോൾ വിശ്വസിക്കാനായിട്ട് പ്രയാസം ഉണ്ടായിരിക്കും കേട്ടോ, ആരെങ്കിലും കൊണ്ടുവരാതെ നമുക്ക് മഞ്ചാടി കിട്ടുമോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ലഭിക്കും നമുക്കത്. എങ്ങനെയാ? അത് ഭഗവാനാണ് നമുക്ക് കാണിച്ചു തരിക, ഭഗവാനാണ് അങ്ങനെയുള്ള സൂത്രപ്പണികളൊക്കെ ചെയ്യുക. അപ്പം മഞ്ചാടി, മയിൽപ്പീലി അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാലും, അത് ഭഗവാന്റെ തിരുനടയിൽ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഭഗവാൻ കൂടെയുണ്ട് എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാം കേട്ടോ. പിന്നെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് നമ്മുടെ കൂടെ ചിലപ്പോൾ കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ഒരു പരിചയമില്ലാത്ത ചെറിയ കുട്ടികൾ, ആൺകുട്ടികളോ പെൺകുട്ടികളോ, ഇപ്പോൾ ഒറ്റ മുണ്ടൊക്കെ എടുത്ത് നടക്കുന്ന, കസവ് മുണ്ടൊക്കെ എടുത്ത് നടക്കുന്ന നിറയെ കുട്ടികളുണ്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ളവരെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു പ്രത്യേക താല്പര്യത്തോട് കൂടിയിട്ട് ചിലപ്പോൾ നിൽക്കുന്നത് കാണാം. അവർ വെറുതെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നേ ഉണ്ടായിരിക്കുള്ളൂ. അവർക്ക് പരിചയമുണ്ട് എന്നുള്ള ഭാവത്തിലായിരിക്കും ചിലപ്പോൾ ചിരിക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് അവരെ അറിയ പോലും ഉണ്ടാകില്ല, എന്നാലും നമ്മളൊന്നും ചിന്തിക്കൂലേ, ചിരിക്കുകയും ചെയ്യും. കാരണം ഭഗവാന്റെ സന്നിധിയിൽ വെച്ചിട്ട് ഏത് കുട്ടികളെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഉണ്ണിക്കണ്ണനായിട്ടാണ് തോന്നുക. അതുകൊണ്ട് നമ്മളും ഒന്ന് ചിരിക്കും, ഒരു പരിചയം ഇല്ലെങ്കിലും. അപ്പം അങ്ങനെയൊക്കെ ചിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ വിചാരിക്കേണ്ടത് എന്താണ്? അത് ഭഗവാൻ കൂടെ ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ചിലരൊക്കെ പറയാറുണ്ട് അത് ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ ഭഗവാനെ പോലെയാണ് എന്നൊക്കെ ചിലരെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഒരു സംശയം വേണ്ട, അത് ഭഗവാൻ തന്നെയായിരിക്കും. കാരണം അങ്ങനെ ചിലർക്ക് മാത്രമേ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ കേട്ടോ. ചിലപ്പോൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ നമ്മൾ കാണാറുണ്ടായിരിക്കും, അതല്ലാതെയും കാണാറുണ്ട് കുട്ടികളെ. ഈ ഒരു അനുഭവം നമ്മുടെ ഒരു ഭക്ത കുറച്ച് നാൾക്ക് മുൻപ് നമ്മുടെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ അമ്മയും അച്ഛനും കുട്ടിയും കൂടിയിട്ട് ഭഗവാനെ തൊഴാനായിട്ട് വന്നു. അപ്പോൾ കുട്ടി മഞ്ചാടി വരിക. അപ്പം അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അച്ഛനും അമ്മയും അടുത്ത് നിൽക്കുന്നുണ്ട്, കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ മഞ്ചാടി വാരാനായിട്ട്. കുട്ടി കുറേ നേരം മഞ്ചാടി വാരി കളിച്ചു, അവർ ഭഗവാനെ തൊഴുതു, പുറത്തേക്ക് ഇറങ്ങി. ഈ കുട്ടിക്ക് ഭഗവാനെ നന്നായിട്ട് അറിയാം. എങ്ങനെയാണെന്നറിയോ? ഈ കുട്ടിയുടെ മുത്തശ്ശി കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ, കുറുമ്പിൻ്റെ കഥകൾ. അപ്പോൾ കുട്ടിക്ക് ഭഗവാനുമായിട്ട് ഒരു ബന്ധമുണ്ട്. അത്രയും ഭഗവാനെ ഇഷ്ടപ്പെടുന്ന കഥകളിലൂടെ ഭഗവാൻ അറിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവരുടെ വീട്ടിലെ അങ്ങനെ ഭഗവാന്റെ കഥകൾ പറയും. അത്രയും വിശ്വാസമുള്ള, അത്രയും ഭക്തരായിട്ടുള്ളൊരു ഫാമിലിയും കൂടിയാണ്. അങ്ങനെ മഞ്ചാടിയൊക്കെ വാരി കളിച്ചു, വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീട്ടിൽ മുത്തശ്ശി ഉണ്ടല്ലോ, കഥകൾ പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശി, ഭഗവാന്റെ കഥകൾ. മുത്തശ്ശിയുടെ അടുത്ത് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ കുട്ടി പങ്കുവെക്കുകയായിരുന്നു. അച്ഛനും അമ്മയൊക്കെ അടുത്തുണ്ട് കേട്ടോ, അവർ കേൾക്കുന്നുണ്ട് കുട്ടി പറയണത്. മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണെന്ന് കുട്ടി, അതേ മുത്തശ്ശി, ഞാൻ മഞ്ചാടി വാരി കളിച്ചു, എൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് മഞ്ചാടി വാരി കളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അച്ഛനും അമ്മയും കേട്ടപ്പോൾ അവർക്ക് തോന്നി, കുട്ടി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അവർ കണ്ടിട്ടില്ല മറ്റൊരു കുട്ടീനെ എവിടെ വാരി കളിക്കുന്നതായിട്ട്. അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, അതേ അമ്മ, എൻ്റെ കൂടെ ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു മഞ്ചാടി വാരി കളിക്കാനായിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന അവർ പെട്ടെന്ന് ഷോക്കായതൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു അത്ഭുതം ഉണ്ടല്ലോ, അവർ ദേഹത്തൊക്കെ കുളിർമ പോലെ വന്നു എന്നാണ് പറയണത്. അത് ഭഗവാനാണ്. നമുക്ക് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ മഞ്ചാടി വാരി കളിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട് ഭഗവാനും കൂടെ ഉണ്ടായിരിക്കും.
മുതിർന്നവർക്കാണ് കുറുമ്പനായിട്ട് അല്ലേ, മുതിർന്നവരുടെ അടുത്താണ് കുറുമ്പുകളും കുസൃതികളൊക്കെ കാണിക്കുക. കുട്ടികളുടെ അടുത്ത് ഭഗവാൻ അവരുടെ കൂടെ കളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുഞ്ഞു കുട്ടികളെ കളിക്കുന്നവരെ കാണുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് കൂട്ടുകൂടാനൊക്കെ ആയിട്ട് വരുന്ന കാണുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറുതെ ഒന്ന് തോണ്ടി വിളിക്കുകയൊക്കെ ചെയ്യുള്ളൂ, എന്നിട്ട് ഒന്നും ഇണ്ടാതെ ഓടിപ്പോകുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തും അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടെ ഉള്ളതിൻ്റെ, അല്ലെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ട് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഒന്നാണ് ഭഗവാന്റെ അലങ്കാരം. അലങ്കാരത്തിലൂടെ ഭഗവാൻ നമ്മുടെ അടുത്ത് സംവദിക്കും. ഇത് ഒരു ഭക്ത പറഞ്ഞ അനുഭവമാണ് കേട്ടോ. ഇതേപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ടാണ് അവർ ഭഗവാനെ തൊഴാനായിട്ട് വന്നു. അപ്പോൾ ജനറൽ ക്യൂ നിൽക്കുന്നത്. അങ്ങനെ കുറേ മണിക്കൂറുകളോളം നിന്നിട്ടാണ് ഭഗവാനെ തൊഴുതതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഭഗവാനെ കാണാനായിട്ട് കുറേ നാളുകൾക്ക് ശേഷം വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഓടക്കുഴൽ ഊതി നിൽക്കുന്ന മുരളീധരനായിട്ടുള്ള രൂപമായിരുന്നു. അപ്പോൾ അതായിരിക്കണേ ഉച്ചപൂജയുടെ അലങ്കാരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ തൊഴാനായിട്ട് എത്തുന്നതിൻ്റെ കുറച്ച് സമയമായപ്പോഴേക്കും ക്ഷേത്രത്തിനകത്ത് പുണ്യാഹായി കഴിഞ്ഞാൽ അലങ്കാരം മാറ്റൂലോ. അങ്ങനെ അലങ്കാരമൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഇവർക്ക് തൊഴാനായിട്ട് സാധിച്ചത്. ഭഗവാനെ ചെന്ന് നോക്കുമ്പോൾ മുരളീധരനായിട്ട് അവിടെ നിൽക്കുന്നു. ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയെന്ന്. കരഞ്ഞിട്ട് അവിടെ നമസ്കരിച്ചു എന്നാണ് പറഞ്ഞത്. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇത്ര അറിഞ്ഞത്. ഇതിന് മുൻപ് ചാർത്തിയിട്ടുള്ള അലങ്കാരം മറ്റൊന്നായിരുന്നു. പുണ്യാഹം വന്നതിന് ശേഷമാണ് മുരളീധരനായിട്ട് ചാർത്തി എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ പുണ്യാഹം വന്നു, അശുദ്ധിയായി, അതിനെ പറ്റിയിട്ടല്ല നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. ഈ ഭക്തയുടെ മനസ്സിൽ ഭഗവാനെ ഏറെ നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അലങ്കാരമായിരുന്നു മുരളീധരനായിട്ട് കാണുക എന്നുള്ളത്. നമ്മളിപ്പോഴും അലങ്കാരം പറയാറുണ്ട് അല്ലേ, ഭഗവാന്റെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു ഭക്തിയായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഭക്തയുടെ ആഗ്രഹം എത്രത്തോളം തീവ്രമായിരുന്നു എന്നുള്ളതും അതിന് വേണ്ടിയിട്ട് അത് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്താണ് ചെയ്തതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഭക്തരുടെ ആഗ്രഹം എന്തുതന്നെയാണെങ്കിലും ഭക്തരുടെ ഇഷ്ടം എല്ലാം അറിഞ്ഞു പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്ന ഭഗവാനാണ്. അതിനാണ് എപ്പോഴും ഭഗവാനോട് കൂടെ ആയിരിക്കുക, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലങ്കാരത്തിലൂടെ, അലങ്കാരം കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള നിരവധി പേരുണ്ട് കേട്ടോ. ഒരെണ്ണം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അലങ്കാരത്തിലാണ് ഭഗവാൻ വന്നതെങ്കിൽ പോലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുക. പിന്നെ ഭഗവാന്റെ ഭക്തരെ, ഒരു പരിചയമില്ലാത്ത ഭക്തരെ നമ്മുടെ അടുത്ത് വന്നിട്ട് പരിചയപ്പെടും. എൻ്റെ വീട് ഇവിടെയാണ് കേട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രമുണ്ട്, അവിടേക്ക് ഞാൻ പോകാറുണ്ട്, ഇവിടേക്ക് മാസത്തിൽ ഒരു തവണ ഞാൻ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ അനുഭവങ്ങളുടെ അങ്ങോട്ട് കെട്ടഴിച്ചു തുടങ്ങും. അവർക്കുണ്ടായിട്ടുള്ള ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ കെട്ടാണ് അഴിച്ചു തുടങ്ങും. അപ്പോൾ ഇവർക്കിത് പറയാനായിട്ട് അല്ലെങ്കിൽ പങ്കുവെക്കാനായിട്ട് ചിലപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ, ഭഗവാന്റെ കാരുണ്യത്തെ പറ്റി പറയുമ്പോൾ ഇത് കേൾക്കാനായിട്ട് ഒരാളും കൂടെ അടുത്തുണ്ടായിരിക്കും. ആരാ? ഗുരുവായൂരപ്പൻ അടുത്തുണ്ടായിരിക്കും. അപ്പോൾ ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തിയിട്ടാണ് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കുവെക്കുക. അത് പറയാനായിട്ട് സാധിക്കണമെങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹം വേണമെന്നാണ് പറയുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന ഒരു കാര്യം കൂടിയാണിത്. ഭഗവാന്റെ നാമത്തിലെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരെ നമ്മുടെ അടുത്ത് വന്നിട്ട്, ഒരു പരിചയമില്ലാത്ത ഭക്തർ വന്നിട്ട് സംസാരിക്കുക. അത് മറ്റുള്ള വിശേഷങ്ങളല്ല കേട്ടോ പറയണത്, ഭഗവാന്റെ വിശേഷങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഉണ്ടാകുക അല്ലേ. കാരണം ആ പറയുന്ന വാക്കുകളിൽ ഭഗവാനുണ്ട്, ഇത് കേൾക്കാനായിട്ട് നമ്മുടെ അടുത്ത് ഭഗവാൻ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ നിരവധി പേർക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഭഗവാന്റെ നാമത്തിൽ ഒത്തുകൂടിയിട്ടുള്ളവരുണ്ട്, പിന്നീട് സുഹൃത്തുക്കളായിട്ട് മാറിയിട്ടുള്ളവരുണ്ട്, പിന്നെ വരുന്ന സമയത്ത് ഒരുമിച്ച് ഒരേ സമയത്ത് വരുന്നവരുണ്ട്. അപ്പം ഇതെല്ലാം ഭഗവാൻ കൂട്ടി യോജിപ്പിക്കുന്ന ബന്ധങ്ങളാണ്. അപ്പം ഈ ബന്ധങ്ങളിലൂടെ ചിലപ്പോൾ ചിലർക്ക് സങ്കടങ്ങൾ മാറ്റാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഭഗവാനെ കൂടുതൽ അറിയാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഭഗവാൻ നിയോഗിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഭഗവാൻ സമ്മതിച്ചു കൊടുക്കുന്ന, ഭഗവാൻ കൂട്ടിച്ചേർക്കുന്ന ചില ബന്ധങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന സന്ദർഭങ്ങളാണ് കേട്ടോ. പൊതുവെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള നിരവധി പേരുണ്ട് കേട്ടോ. ഇനിയും പല സന്ദർഭങ്ങളിലായിട്ട് പല രൂപത്തിലും പല ഭാവത്തിലും ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ പേർക്ക് അനുഭവിച്ചിട്ടുള്ള ആ സന്തോഷം എന്താണെന്നറിയോ? അപ്പോൾ വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ പാൽപ്പായസം ലഭിക്കാം. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പൈസ എന്ന് വെച്ചാൽ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, അങ്ങനെയുള്ളവരുണ്ട്. ചിലപ്പോൾ ഷീട്ടാക്കാനായിട്ട് ഒരു 100 രൂപ ഉണ്ടായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ വരുന്ന സമയത്ത് ഷീട്ടാക്കാനുള്ള ഒരു ഷീട്ടാക്കുന്ന കൗണ്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ പായസം വാങ്ങിക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു ഡപ്പയിൽ പാൽപ്പായസമായിട്ട് ഒരു പരിചയമില്ലാത്തവർ വരുന്നുണ്ടായിരിക്കുക. മോളെ അത് എടുത്തോളൂ, എൻ്റെ കയ്യിൽ അധികം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ പോകും. അവരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് പറഞ്ഞു തരില്ല. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാലുള്ളവരുടെ സന്തോഷം എന്തായിരിക്കും? അതേപോലെ തന്നെ ക്യൂ നിൽക്കാനായിട്ട്, ഭക്ഷണം കഴിക്കാൻ ക്യൂ നിൽക്കാനായിട്ട് പറ്റാത്തവരുണ്ടായിരിക്കും. അവരുടെ മുന്നിൽ ഭക്ഷണത്തിൻ്റെ ഒരു ടോക്കൺ ഒരാൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എത്ര സന്തോഷം ഉണ്ടാവും നോക്കൂ. ഇത് നിരവധി പേർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ അനുഭവമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന അനുഭവങ്ങളാണ്. അങ്ങനെ അനവധി അനുഭവങ്ങളാണ് ഓരോ ദിവസവും ഭഗവാൻ ഭക്തർക്ക് മുന്നിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ, ഒരു വിഷമവും വേണ്ട, എല്ലാ സങ്കടങ്ങളും ഞാൻ കാണുന്നുണ്ട്, എന്നെ മുറുകെ പിടിച്ചോളൂ എന്ന് തന്നെയാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്കും ഭഗവാനെ മുറുകെ പിടിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ. അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരെ, ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ തന്നെ മനസ്സിലാക്കി തന്നവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട്, ഇതോടുത്ത വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.